ഞാൻ നാട്ടിൽ പോയി. സോ അതിൻ്റെ ഇതായിട്ട് നമ്മൾ ഫുള്ള് പെട്ടി കെട്ടാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. മിസ്റ്റർ അഖിൽ ബ്രോ ഇവിടെ പെട്ടി കെട്ടുന്നു. മിസ്റ്റർ മിഥുൻ നോക്കൂ. അപ്പോൾ പൊളി കാലാകാലങ്ങളുമായി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് എനിക്കിപ്പോൾ പെട്ടി കെട്ടി തരുന്നത് ഗൈസ്. മിസ്റ്റർ ഹിമറാക്ക് അതിൻ്റെ അടുത്ത് എൻ്റെ മുട്ടായി മോഷ്ടിക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്. എന്താ ചെയ്യാം മിസ്റ്റർ പാലക്കാട്. ഓ മൈ ഗോഡ്. ഏകദേശം 1 year and 1 month ആയി ഞാനിപ്പോൾ ദുബൈയിൽ വന്നിട്ട്. ഓ ഗൈസ് എത്ര പെട്ടെന്നല്ല അഖിൽ ബ്രോ ഇവിടുത്തെ ദിവസങ്ങളും വർഷങ്ങളും പോകുന്നത്. പറ പെട്ടി കേട്ടത് എല്ലാം സെറ്റാക്കിയാണ്. നാളെ ചെക്കൻ നമ്മൾ നാട്ടിൽ പോവും. പൊളിച്ചിട്ട് പോവാം. പിന്നല്ല ഇവിടെ ഇപ്പോൾ 4 something ആയി. എനിപ്പോൾ ഒന്ന് പോയാലായി നമ്മൾ. യെസ്, അപ്പം അതിന് മുമ്പ് ചായ അടിക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ട് ചായ അടിക്കട്ടെ. എന്നതിന് ശേഷം 6 മണിക്ക് ബീപ്പോട്ടാകുമ്പോൾ ടു ദി എയർപോർട്ട് ബ്രോ. ഗൈസ് അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോകാൻ ഇമറാക്ക് എല്ലാവരും ഉണ്ട് ഗൈസ്. ഞാൻ മിസ്റ്റർ ഇഷ്വാക്ക് ആൻഡ് അഖിൽ ബ്രോ ആണ് എൻ്റെ പെട്ടി എടുത്തിട്ട് പോകുന്നത്. സോ ഗൈസ് ഫ്യൂ അവേഴ്സ് പൊളി എല്ലാവരും കണ്ടിരുന്ന യാത്രകളായി. പൊളി ചിക്കൻ വരുന്നുണ്ട്. സെറ്റ് പൊളി അങ്ങനെ 8 മണിയായി എയർപോർട്ടിൽ പോകുന്നുണ്ട്. സോ കട്ട വെയിറ്റിനാണ്. ചെറുതായിട്ടുള്ള സോഷ്യൽ ആൻസൈറ്റി എന്നെ കയറി പിടിച്ചു പോകുന്നൊരു സംശയം. നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. D46 ഗൈസ്, D46 വരെ നമുക്ക് പോകാനുണ്ട്. ഈ D46 എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ലെറ്റ്സ് ഗോ ആൻഡ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. മാത്രമേ ഉള്ളൂ ഗൈസ്, വേറെ ആരുമില്ല ഫ്ലൈറ്റിൽ. പൊളി 13F എവിടെയാ ഗൈസ്? काले निकालते 2 use or inflate only in case of emergency water landing and after the authorization of the cabin crew, and not to inflate or tamper during normal circumstances. There are 8 emergency exits on the aircraft, 2 door in the front, 2 door at the rear, and 4 exits over the wings. They are clearly identified the exit side. No problem to me. It's good. Seriously. 20th and overall പൊളിയാണ്. തന്നെ ഉണ്ട് ഫ്ലൈറ്റ്. നോക്ക് വിജയുടെ സ്റ്റിക്ക് കയ്യിലുണ്ട് ഗൈസ്. പക്ഷേ കുത്തേണ്ട സാധനമല്ല എൻ്റെ ഹാൻഡ് ബാഗ്. മറ്റു ബാഗിൻ്റെ മുകളിലായി പോയി സാധനം. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, ഇത് തിരിച്ചു വെക്കാം. തെറ്റ് ആളിൽ തെറ്റിലിട്ട് ആൾ ഭയങ്കര ടെൻഷനാണല്ലേ? അല്ലേ, ടെൻഷനാണോ? പൊളി അങ്ങനെ മംഗലാപുരം എയർപോർട്ട് ഒരു കൊല്ലം മുമ്പ് ഞാൻ ഇതിലൊക്കെ കയറിയതാണ്. ഇതാ തിരിച്ചിറങ്ങല ഞാൻ. പൊളി തലയിറങ്ങിയ ആന്തോരോടി ആള് മുമ്പിലെത്തി. ആൾക്ക് ഭയങ്കര എക്സൈറ്റ്. അല്ല 2 കൊല്ലത്തിന് ശേഷം പോകുന്നത്. ഞാനങ്ങനെയല്ലല്ലോ. ഗാഡി കണക്റ്റ് ആയിരിക്കുന്നത്.
നമസ്കാരം. അങ്ങോട്ട് തിരിഞ്ഞ് വെക്കാം, അങ്ങോട്ട് തിരിഞ്ഞ് വെക്കാം. നമസ്കാരം. എന്താണ് ഇപ്പൊ എത്തിയതുള്ളൂ. എന്താ പരിപാടി? പിന്നെ പോവാ. നമസ്കാരം. ഞാൻ എൻ്റെ ഒരു പാപ്പൻ്റെ വീട്ടിലേക്ക് പോകുന്നു. നമുക്ക് അവരെ റിയാക്ഷൻ നോക്കാം. എന്താണ് അവർ റിയാക്ഷൻ നോക്കാം നമുക്ക്. നമസ്കാരം. വിമാനിയുടെ എക്സ്പ്രഷൻ എടുക്കാൻ എത്ര മണിക്കാ പറഞ്ഞേ? അത് ആർന്ന് 4:20 ഫ്ലൈറ്റ് ഇറങ്ങി. ആ എങ്ങനെയാ പോകുന്നുണ്ട്. താഴെ വേറെ പാപ്പൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അടുത്തത് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നമ്മളെ സ്വർഗം. ഓ ഗായ്സ്, പൊളി. നെക്സ്റ്റ് വീട്ടിലേക്ക് പോകാൻ അവിടെ നമ്മളെ ചെക്കന്മാരൊക്കെ ഉണ്ട്. ചെക്കൻ്റെ എല്ലാം റിയാക്ഷൻ നോക്കാമല്ലോ നമുക്ക്. നമ്മൾ തോട്ടിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. നോക്കാതെ തോട്ടിലൊക്കെ എങ്ങനെയുണ്ട് വെള്ളം എന്നൊക്കെ. അടിപൊളി വെള്ളം. അങ്ങ് വെള്ളം വന്നിട്ടുണ്ട് തോട്ടിലൊക്കെ. ഓ പൊളി. എല്ലാവരും കാണേണ്ട ഒരു എക്സൈറ്റ്മെൻ്റ് എന്താ ഇതിലിങ്ങനെ പാറിക്കൊണ്ടിരിക്കും. നമസ്കാരമുണ്ട്. അറിയാം. അറിയടാ എന്തത് എനിക്ക് എന്തോക്ക്. ഓ പൊളി. തറവാട്ട് ഇത്രയും മനോഹരമായ വ്യൂ വേറെ കിട്ടും. എൻ്റെ പൊളി. മോനെ എന്തെന്നിത് വ്യൂ. എങ്ങനെതാ ഫ്രഷ് എയർ ശ്വസിക്കുന്നു ഞാനും ചെക്കനും. അടിപൊളി. എങ്ങനെയുണ്ടൊക്കെ ഓസ്മോ ഇവിടുത്തെ നായകൻ്റെ ബ്രൂട്ട് എന്നെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ അതിന് എന്നെ മനസ്സിലാവാതിരിക്കാൻ ഞാനിങ്ങനെ ആഗ്രഹം വന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ അതിനെ കാണാം. ഇപ്പോൾ ഉള്ളിൽ പോരാ. ഒരു കരയുന്നതാ ഫ്രൂട്ട് കരയുന്നു. എന്താ ഇരിക്കടാ.
ഇരിക്കേ ഇരിക്കേ ഇരിക്കേ. അടിപൊളി. ഒരു കൊല്ലത്തിന് ശേഷം എന്താ വണ്ടി നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോലെ. തേച്ച് കൂട്ടിക്കൊണ്ടാ പോയല്ലേ. നോക്ക് നിങ്ങളെ ഞാൻ കാണിച്ചത് പറയുമ്പോഴേക്കട എന്ത് പമ്പാവാത്തിയാണോ എന്തായത്. ഇത് ഫ്ലൂയിഡ് തീർന്നതാണോ വെച്ചാ? വണ്ടി ശരിയില്ല വാച്ചു. ഈ വാച്ചു കുത്തപ്പന്ത വന്ധ്യ. പോന്ന് വന്ന വൺ മോർ തിങ് എല്ലാവർക്കും അറിയാലോ, എനിക്കിവിടെ ഡ്രോൺ ഉണ്ടായിരുന്നു. ഡി ജെ തന്നെ ഇതാ ഇവൻ തന്നെ ഒരു അനിയനെ ഏട്ടനായിട്ട് ഒരു വരും. ഡി ജെ എന്നല്ലേ കമ്പനി, അതുകൊണ്ട് ഞാൻ കാണിച്ച ഒരാളെ ഇതാളിവിടെ കിടക്കുന്നു. ഡി ജെ പൊളി മഞ്ജു ചേച്ചി. ഇവനെങ്ങനെയുണ്ട് നോക്കിയാലോ, കുറേ ആയി എടുത്തിട്ട്. അയ്യോ പൂപ്പലൊക്കെ പിടിച്ചിട്ട് പറക്കും ഇല്ലയോ എന്നൊന്നും അറിയില്ല. കുറേ ആയി എടുത്തിട്ട് ഇവനെ. നമുക്ക് എന്തായിട്ടും ഇവനൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓ സ്റ്റിൽ കൂൾ, കുഴപ്പമില്ല. ബാറ്ററി കുറവാ, ഇങ്ങനെ കുറവാണ്. എടുത്ത് നോക്കിയാൽ നമുക്ക് ഇതിലും കുറവാ. സോ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടി വരും. കിടക്കട്ടെ, റിമോട്ട് അകത്ത് വേണം. ഇതിൻ്റെ റിമോട്ട് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ കിടക്കുന്നവനാ ഈ റിമോട്ട്. ഓക്കെ, ഹീസ് ദ വൺ. റിമോട്ടിന് ചാർജ് ഉണ്ടോ? ഇവൻ ഫുള്ളാ. നമുക്ക് ഇവനൊന്ന് ചാർജ് എങ്കിലും നോക്കിയിട്ട് ഞാൻ പറത്തി നോക്കാം. ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ.